ഇന്നൊരു മോർണിംഗ് കിച്ചൺ വ്ളോഗാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇന്ന് ചോറും പരിപ്പ് കറിയാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ച് കൂടെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായയുടെ വെള്ളത്തിലേക്ക് പഞ്ചസാര ഇടാൻ നോക്കിയപ്പോഴേക്കും നമ്മുടെ പഞ്ചസാര പാത്രം കാലിയാണ്. പിന്നെ വേഗം പഞ്ചസാര പൊതി ഒഴിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ചായയിലേക്കും കൂടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് ചോറിനുള്ള അരി പാറ്റി എടുക്കണം, റേഷൻ അരിയാണ്. അപ്പോൾ അത് വേഗം കൊണ്ട് പാറ്റി എടുത്തിട്ട് കഴുകി കുക്കറിലേക്ക് ഇടുവാണ് കേട്ടോ. ആദ്യം തന്നെ നല്ല വെള്ളം പച്ചവെള്ളം കൊണ്ട് കഴുകിയിട്ട് പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ട് കൂടി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അരി അവിടെ കിടന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇത് മുറ്റം അടിച്ച് വരാം കേട്ടോ. അപ്പോൾ ഓടിപ്പോയി മുറ്റമൊക്കെ അടിച്ച് വന്നു. പിന്നെ കോലായും റൂമൊക്കെ ഒന്ന് അടിക്കണം. ആദ്യം തന്നെ കോലായി അടിച്ചു കേട്ടോ. പിന്നെ ഫ്രണ്ടിലെ ഹോളും കൂടി അടിക്കുന്നുണ്ട്. ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമും പിന്നെ ഹോളും അടുക്കളയും മാത്രം ഇപ്പോൾ അടിക്കുന്നുള്ളൂ. മോള് കിടക്കുന്ന റൂമും കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കുള്ളൂ കേട്ടോ. അതിൽ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടിക്കുള്ളൂ. മുറ്റടിയും റൂം അടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുവാവ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുഞ്ഞുവാവനെ കുറച്ച് നേരം എടുത്തിട്ടോ. കുഞ്ഞുവാവനോട് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവളുടെ മൂഡ് ശരിയല്ല, ഉറക്കം അങ്ങോട്ട് ശരിക്ക് വിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കുഞ്ഞുവാവനെ എടുത്തുകൊണ്ടൊക്കെ നടന്നു. പിന്നെ ഒരു ഗ്ലാസ് ചായ കുപ്പിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതും കുടിച്ചുകൊണ്ട് അവിടെ കിടക്കും കേട്ടോ കുറച്ച് നേരം. പിന്നെ നമ്മുടെ പരിപ്പ് കറിക്കുള്ള പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് വന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ മൂടിയുടെ മീതെ കുറച്ച് വെളിച്ചെണ്ണ തൂവി അടച്ചു വെച്ചു. പിന്നെ അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറും വാർത്തിട്ട് കുക്കറും കൂടി കഴുകി ഇട്ടു കേട്ടോ. കഴുകി വെച്ചു. പിന്നെ കുഞ്ഞുവാവനെ പല്ലേപ്പിച്ച് കുളിപ്പിച്ചു. ഞാനും കൂടി കുളിച്ച് വന്നു. എന്നിട്ട് വിളക്കൊക്കെ കൊളുത്തി. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് കുക്കറിൻ്റെ എയറൊക്കെ പോയി റെഡി ആയിരിക്കുമായിരുന്നു. പിന്നെ ഞാനതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചോറ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും കളിയാക്കും. ഞങ്ങൾ ചില ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ ചോറ് തന്നെ ആണ് കേട്ടോ രാവിലെ കഴിക്കാറ്. അങ്ങനെ ഞങ്ങൾ കഴിക്കാനെടുത്തിട്ടുണ്ട്. ഞാൻ പരിപ്പ് കറിയിലിട്ട പച്ചമുളകില്ലേ, അതിൻ്റെ ചാറിങ്ങനെ ഞെരടി എടുത്തിട്ട് ചോറിൻ്റെ കൂടെ അങ്ങ് കുഴച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണി വിരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് വിരിച്ചിട്ടു. പിന്നെ ഒരു 2 ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി കൊണ്ട് അലക്കാനായിട്ടിട്ടു. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ രാവിലത്തെ പണി ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളത്തെ വീഡിയോ കാണാം കേട്ടോ. അതുവരെ ബായ്.